കേരളത്തിന്റെ ഒരു വർഷത്തെ പ്രവർത്തനത്തിനാവശ്യമായ മൂലധനം എങ്ങനെയാണ് വരുന്നത് എന്നതിനെപ്പറ്റി ആലോചിച്ചിട്ടുണ്ടോ? അതിനെപ്പറ്റി വിശദീകരിക്കാനാണ് ശ്രമിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തിന്റെ കഴിഞ്ഞ വർഷത്തെ ബജറ്റ് 1,50,000 കോടി രൂപയാണ്. ഇതിൽ സംസ്ഥാനത്തിന്റെ തനത് നികുതി വരുമാനം 75 ലക്ഷം കോടി വരും. നികുതി ഇതര വരുമാനമായി ഒരു ചെറിയ സംഖ്യ കൂടി ഇതിൽ ഉൾപ്പെടും. 50 ലക്ഷം കോടി രൂപയാണ് കേന്ദ്ര സഹായം എല്ലാം കൂടി നമുക്ക് ലഭിക്കുന്നത്. പിന്നെയുള്ള വരുമാനം ഒരു 25 ലക്ഷം കോടി രൂപ വായ്പാ വരുമാനം അതാണ്. ഇതാണ് കേരളത്തിന്റെ ബജറ്റ് വരുമാനത്തിന്റെ ഏകദേശ രൂപം ഒരു വർഷത്തെ. എന്നാൽ ഇതിൽ സംസ്ഥാനത്ത് നിന്ന് പിരിക്കുന്ന നികുതിയിൽ നിന്നാണ് കേന്ദ്ര സഹായം എന്ന പേരിൽ നമുക്ക് തിരിച്ചു നൽകുന്നത്. നികുതി വിഹിതം എന്നത് ഓരോ സംസ്ഥാനത്തിന്റെയും ഭരണഘടനാപരമായ അവകാശമാണ്. ഇൻകം ടാക്സ്, കസ്റ്റം ഡ്യൂട്ടി, എക്സൈസ് ഡ്യൂട്ടി, കോർപ്പറേറ്റ് ടാക്സ്, വസ്തുനികുതി, വിൽപ്പന നികുതി, സർവീസ് ടാക്സ്, GST തുടങ്ങി പ്രധാന നികുതികളെല്ലാം കേന്ദ്രമാണ് പിരിക്കുന്നത്. ഇന്ധന നികുതി, കെട്ടിട നികുതി, വൈദ്യുതി, മദ്യം തുടങ്ങിയവ സംസ്ഥാനത്തിന്റെ പരിധിയിൽ വരുന്ന നികുതികളാണ്. എങ്ങനെയാണ് കേന്ദ്ര സഹായം നിശ്ചയിക്കുന്നത്? സംസ്ഥാനങ്ങൾക്കുള്ള കേന്ദ്ര സഹായം നിശ്ചയിക്കുന്നത് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ തീരുമാനപ്രകാരമാണ്. നിലവിലുള്ള 15ാം ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം 2021 മുതൽ 26 വരെ രാജ്യത്തെ ആകെ നികുതി വരുമാനം 135 ലക്ഷം കോടി രൂപയാണ്. എന്നാൽ ഇതിൽ നിന്ന് സെസ്, സർചാർജ് തുടങ്ങി സംസ്ഥാനങ്ങളുമായി പങ്കുവെക്കേണ്ടതില്ലാത്തവയുണ്ട്. അത് ഒഴിവാക്കിയുള്ള ബാക്കി തുക 103 ലക്ഷം കോടി രൂപ വരും. ഈ തുകയുടെ 41% മാത്രമാണ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കുമായി വീതിച്ചു നൽകുന്നത്. അത് ഏകദേശം 42 ലക്ഷം കോടി രൂപയാണ്. ഇനിയാണ് രസം. ഇത് സംസ്ഥാനങ്ങൾക്ക് തുല്യമായി വീതിക്കുകയല്ല. അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. അതിൽ ജനസംഖ്യയാണ് പ്രധാന ഘടകം. ഇനി കേരളത്തിൽ നിന്നുള്ള കേന്ദ്രത്തിന്റെ പിരിവ് എങ്ങനെയെന്ന് നോക്കാം. ഇൻകം ടാക്സ് പോലുള്ള പ്രത്യക്ഷ നികുതി 26,320 കോടി. ഇന്ധന നികുതിയും സെസ്സും കൂടി 13,400 കോടി രൂപ. കേന്ദ്ര GST 36,000 കോടി രൂപ. കസ്റ്റംസ് ഡ്യൂട്ടി ഏകദേശം 4,700 കോടി രൂപ. ഇങ്ങനെ 4 ഇനങ്ങളിലായി 81,000 കോടി രൂപയാണ് ഒരു വർഷം കേരളത്തിൽ നിന്ന് പിരിക്കുന്നത്. ഇനി നമുക്ക് തിരിച്ചു കിട്ടുന്നത് എത്രയെന്ന് നോക്കാം. 3 രീതികളിലാണ് കേന്ദ്ര സഹായം വരുന്നത്. ഒന്നാമത്തേത് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ തീരുമാനമാക്കിയ നികുതി വിഹിതമാണ്. 10ാം ധനകാര്യ കമ്മീഷന്റെ കാലത്ത് 3.86% കുറഞ്ഞ് 15ാം കമ്മീഷന്റെ കാലത്തെത്തിയപ്പോൾ 1.93% കുറഞ്ഞു. അതായത് സംസ്ഥാനങ്ങൾക്ക് വീതം വെക്കാനായി മാറ്റിവെച്ചത് 100 രൂപയാണെങ്കിൽ അതിൽ നിന്ന് കേരളത്തിന് ലഭിക്കുക 1 രൂപ 93 പൈസ മാത്രം. ഇന്ത്യയിലെ ജനസംഖ്യയുടെ 2.8% പേരും കേരളത്തിലാണ്. ആ അനുപാതത്തിൽ നമുക്ക് 2.8% എങ്കിലും കിട്ടേണ്ടതാണ്. ഇതൊരു ചെറിയ വ്യത്യാസമല്ല. നേരത്തെ സൂചിപ്പിച്ച പോലെ 42 ലക്ഷം കോടി രൂപയാണ് സംസ്ഥാനങ്ങൾക്ക് വീതം വെക്കാനുള്ളത്. അതിൽ ഈ കുറവ് മൂലം കേരളത്തിന് വരുന്ന നഷ്ടം 18,000 കോടി രൂപയാണ് എന്ന് പറഞ്ഞാൽ സംഗതിയുടെ ഗൗരവം മനസ്സിലാക്കാം. എന്തുകൊണ്ട് കേരളത്തിന്റെ വിഹിതം തുടർച്ചയായി കുറയുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അത് പരിശോധിക്കുമ്പോഴാണ് ഈ മാനദണ്ഡം കണക്കാക്കുന്നതിലെ അന്യായം മനസ്സിലാവുക. അതിൽ പ്രധാനമായത് കേരളത്തിന്റെ വികസന നേട്ടങ്ങളാണ്. ജനസംഖ്യാ നിയന്ത്രണത്തിലെ കേരളത്തിന്റെ മുന്നേറ്റവും പെടും. മറ്റൊന്ന് ജനങ്ങളുടെ ആളോഹരി വരുമാനത്തിൽ വന്ന വർധനവും സംസ്ഥാനത്തിന് പാരയായി. രണ്ടാമത് കേന്ദ്രം നൽകുന്ന ഗ്രാന്റുകളും മറ്റുമാണ്. അത് 2022 30,000 കോടി ആയിരുന്നത് തൊട്ടടുത്ത വർഷം 27,000 കോടിയായി കുറഞ്ഞു.
ഒരു വർഷം കൊണ്ട് 10% കുറവ്. മൂന്നാമത്തേത് കേന്ദ്രം അനുവദിക്കുന്ന വായ്പകളാണ്. ഇവിടെയാണ് അതിഭീകരമായ ഇടിവുണ്ടായത്. 2022 43,000 കോടി വായ്പയെടുക്കാൻ അനുവദിച്ചത് 2024 22,000 കോടിയായി കുറച്ചു. ഏകദേശം പകുതിയായി വെട്ടിക്കുറച്ചു. ലോകബാങ്കിന്റെ നിബന്ധന പ്രകാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും ആഭ്യന്തര വരുമാനത്തിന്റെ 3% മാത്രമേ വായ്പ എടുക്കാനാവൂ. കേന്ദ്രം ഈ നിബന്ധന പാലിക്കുന്നില്ല. അതുമാത്രമല്ല, കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ വഴിയും ദേശീയപാത വികസന ഏജൻസി വഴിയും ബജറ്റിന് പുറത്തുനിന്ന് വായ്പ എടുക്കും. എന്നാൽ കേരളത്തിന് ഈ പരിഗണന ഇല്ലേയില്ല. അനുവദിക്കപ്പെട്ട 3% വായ്പ പോലും എടുക്കാൻ അനുവദിക്കുന്നില്ല. മുമ്പ് കേട്ടുകേൾവി പോലുമില്ലാത്ത രീതിയിൽ ട്രഷറി നിക്ഷേപങ്ങളും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കമ്പനിയും കിഫ്ബിയും എടുത്ത വായ്പകളൊക്കെ സംസ്ഥാന സർക്കാർ എടുത്ത വായ്പയായി കണക്കാക്കി വായ്പാ പരിധി വെട്ടിക്കുറയ്ക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇതിലൊരു രാഷ്ട്രീയ ലക്ഷ്യമില്ലേ? ഒരു വശത്ത് കേന്ദ്ര വിഹിതം തുടർച്ചയായി വെട്ടിക്കുറയ്ക്കും, മറുവശത്ത് അനുവദിച്ച പണം നൽകാതെയുമിരിക്കുന്നു. UGC ശമ്പള പരിഷ്കരണം, മില്യൺ പ്ലസ് സിറ്റി ഗ്രാന്റ്, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഗ്രാന്റ്, സ്കൂളുകളിലെ ഉച്ചക്കഞ്ഞിയുടെ ഗ്രാന്റ്, ഹെൽത്ത് ഗ്രാന്റ് തുടങ്ങിയവയുടെയൊക്കെ നിരവധി ഗഡുക്കൾ കുടിശ്ശികയായി നമുക്ക് ലഭിക്കാനാണ്. ഇനി കേന്ദ്രം ചെയ്യുന്ന മറ്റൊരു തന്ത്രം എന്താണ്? സംസ്ഥാനങ്ങൾക്ക് വീതം വെക്കേണ്ടാത്ത സെസ്സുകളും സർചാർജുകളും കൂട്ടുക എന്നതാണ്. അത് ഏതാണ്ട് 35 ലക്ഷം കോടി രൂപയാണ്. 10 കൊല്ലം മുമ്പ് കേന്ദ്ര വരുമാനത്തിന്റെ 10% സെസ്സിന്റെ പങ്ക് ഇപ്പോൾ 30% വർദ്ധിച്ചു. ഇത് സംസ്ഥാനങ്ങൾക്ക് വരുത്തുന്ന ബുദ്ധിമുട്ട് വളരെ വലുതാണ്. അവസാനമായി നമ്മളിൽ നിന്ന് നികുതിയായി പിരിക്കുന്ന ഒരു രൂപയ്ക്ക് തിരിച്ച് കേരളത്തിന് എത്ര കിട്ടുമെന്ന് നോക്കാം. കഴിഞ്ഞ വർഷത്തെ ബജറ്റ് എസ്റ്റിമേറ്റ് പ്രകാരം 80,365 കോടിയാണ് കേന്ദ്രത്തിന്റെ വരവ്. നമുക്ക് എല്ലാം കൂടി ലഭിക്കുന്നത് 37,290 കോടി രൂപയാണ്. അതായത് പിരിക്കുന്നതിന്റെ 46.4%. ഒരു രൂപയിൽ 46.4 പൈസ മാത്രം. പിരിക്കുന്നതിന്റെ പകുതി പോലും തരുന്നില്ല എന്നതാണ് അവസ്ഥ. എന്തേ ഇങ്ങനെ എന്ന ചോദ്യം ഉയരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പ്രതികരിക്കേണ്ടേ? പ്രതികരിക്കാൻ തയ്യാറുണ്ടോ എന്നതാണ് ചോദ്യം.